ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനിതാ റംസാൻ 9ൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് ഉച്ചയോർക്കൊക്കെ കഴിഞ്ഞ് എണീക്കുമ്പോൾ 4 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാതിലൊക്കെ തുറന്നൊന്ന് പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് എൻ്റെ പൊന്നോ എന്തോ ഒരു വെയിലാണ്, വെറുതെ അല്ല അത്ര ക്ഷീണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അങ്ങനെ പോയി നിസ്കരിക്കാൻ പോയിട്ടോ. അത് നിസ്കരിച്ച് പിന്നെ ഇതാ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഒരു 15 സമൂസൻ്റെ ഓർഡറും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ വേഗം അതൊക്കെ ചെയ്തെടുക്കാൻ പോവുകയാണ്. സമൂസ ഉണ്ടാക്കാൻ ഷീറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ആദ്യം സമൂസ ഷീറ്റൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കാൻ കേട്ടോ ചെയ്തത്. അങ്ങനെ സമൂസ ഷീറ്റൊക്കെ അതാ ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഇത് നൂൽപുട്ടാണ് കേട്ടോ കഴിക്കാൻ ഉണ്ടാക്കണത്. പിന്നെ ഇതാ മാവൊക്കെ ഒന്ന് വാട്ടിയെടുക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അടുപ്പിലേക്ക്. ഇവിടെ മോനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നൂൽപുട്ട്. ഞാൻ അധികം ഇത് ഉണ്ടാക്കാൻ മെനക്കെടാറില്ല കേട്ടോ. എനിക്ക് അത്ര കൂടെ എളുപ്പമില്ല കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ സമൂസ ഷീറ്റൊക്കെ ഇതാ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും. ഞാൻ ഇതാ അതുപോലെയാണ് കേട്ടോ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മടക്കി എടുക്കാൻ പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ. അങ്ങനെ നൂൽപുട്ടിനുള്ള പൊടിയൊക്കെ എടുത്ത് റെഡിയാക്കുമ്പോഴേക്കും ഇതാ ജീരകക്കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പള്ളിയിൽ നിന്ന്. എൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് കേട്ടോ എല്ലാ ദിവസവും എനിക്ക് കൊണ്ടുവന്ന് തരാറ്. അങ്ങനെ ഇതാ അവന് വലിയൊരു ബക്കറ്റിൽ കൊണ്ടുവന്ന് തരാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് എനിക്ക് ആവശ്യമുള്ളത് എടുക്കാൻ പറയും. അങ്ങനെ എനിക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് അവനങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാം. അങ്ങനെ കഞ്ഞിയൊക്കെ എടുത്ത് അവനെ വിട്ടാക്കിയതിന് ശേഷം ആ നൂൽപുട്ടിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തിളയ്ക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ വരുമ്പോൾ. പിന്നെ അവൻ വന്നപ്പോൾ ഞാൻ വേഗം അത് ഓഫ് ചെയ്ത് വെക്കാറുണ്ടോ ചെയ്ത്. തിളച്ച അധികമായ പിന്നെ നമ്മുടെ നൂൽപുട്ട് ആകെ കുളമായില്ലേ. പിന്നെ അവൻ പോയതിന് ശേഷം ആ വെള്ളമൊക്കെ ചൂടാക്കി റെഡിയാക്കി എടുത്തു. പിന്നെ ആ മാവൊക്കെ ഒന്ന് വാട്ടിയെടുക്കാണ് കേട്ടോ. അങ്ങനെ നൂൽപുട്ടൊക്കെ റെഡിയാക്കി ഞാനിതാ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു പഴയ ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ. അതുകൊണ്ട് ആവി പോകാതെ അടച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ നൂൽപുട്ടൊക്കെ അടുപ്പ് വെച്ച് കൊടുത്തിട്ട് പിന്നെ ഇതാ വന്നിട്ട് സമൂസയ്ക്കുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ നൂൽപുട്ടിൽ നിന്ന് മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്കുള്ള സബോളയും തക്കാളിയും കൂടി കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തു. അപ്പോഴേക്കും നമ്മുടെ നൂൽപുട്ടൊക്കെ വെന്ത് വന്നിട്ട് കേട്ടോ. അതൊക്കെ പിന്നെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടുത്തതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സമൂസയ്ക്കുള്ള മസാലയും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമുക്ക് 15 സമൂസേൻ്റെ ഓർഡർ ഉള്ളതാണല്ലോ. അങ്ങനെ ആ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും മോൾ കോളേജൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളാണ് കേട്ടോ അതൊക്കെ ഫില്ല് ചെയ്ത് തരുന്നത്. മോൾ സമൂസയ്ക്കുള്ള മസാലയൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുമ്പോഴേക്കും ഞാനത് ആ നൂൽപുട്ടിനുള്ള മുട്ടക്കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. തേങ്ങ അരച്ച മുട്ടക്കറിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോഴേക്കും ഒക്കെ വന്നു കേട്ടോ. ഒക്കെ ഉണ്ട് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തരുന്നത്. തണ്ണിമത്തനും കുക്കുമ്പറും നമ്മൾ കഴിക്കാൻ എല്ലാ ദിവസവും കട്ട് ചെയ്തെടുക്കുന്നതാണല്ലോ. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇതാ കാരയ്ക്ക് ഈത്തപ്പഴമൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഇന്ന് തണ്ണിമത്തനും അനാറുമാണ് കേട്ടോ ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഇക്കാതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും പിന്നെ ഞാൻ വേഗം സമൂസയൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കുകയാണ്. നമ്മൾ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് സമൂസ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ നമുക്ക് ചിലവും കമ്മിയല്ലേ. ഫസ്റ്റ് ആയ 15 സമൂസ നമ്മൾ വേഗം പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടു കേട്ടോ. ആയതായത് പിന്നെ മക്കൾ ടേബിളിൻ്റെ മേലെ കൊണ്ടൊക്കെയാണ്. ഇക്ക് പിന്നെ അനാറൊക്കെ ഒന്ന് ജ്യൂസ് അടിക്കാനുള്ളത് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇതാ അങ്ങനെ എൻ്റെ സമൂസൻ്റെ ഓർഡറും കഴിയാനായിട്ടുണ്ട് കേട്ടോ. അതോടെ കഴിഞ്ഞു. നൂൽപുട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. സമൂസ ഉണ്ടാക്കൽ കഴിഞ്ഞതും പിന്നെ ഞാനിതാ അനാറൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് ഇല്ലേ കാണാനിത്. നല്ല ടേസ്റ്റ് വരും കേട്ടോ പാലൊഴിച്ചതുപോലെ അടിച്ചെടുത്താൽ.
അങ്ങനെ ജ്യൂസും അടിച്ചെടുത്തു. പിന്നെ വാപ്പാക്കും ഉമ്മാക്കുള്ളതൊക്കെ എല്ലാം കൂടെ കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോഴേക്കും ഇതാ ബാങ്കൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങളിതാ 4 ആളും കൂടെ നോമ്പൊക്കെ തുറക്കുകയാണ്. അങ്ങനെ നമ്മുടെ പർപ്പിൾ ജ്യൂസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കാൻ. അപ്പോൾ അത്രയ്ക്കായിട്ട് എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബൈ. അസ്സലാമു അലൈക്കും.